ന്യൂ ബോൺ ബേബീസിൻ്റെ കോട്ടൺ തുണി കൊണ്ടുള്ള നാപ്പി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, വൈറ്റ് ക്ലോത്ത്. അതിൻ്റെ ഏകദേശം 4 സൈഡിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 13.5 ആണ്. ഇനി അതിനെ കോണോട് കോണ് മടക്കിയതിന് ശേഷം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് 3 വശങ്ങളിലായിട്ട് വള്ളി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ക്ലോത്ത് എടുക്കാം. 2 വലിയ ക്ലോത്തും ഒരു ചെറിയ ക്ലോത്തും. ഇനി ആ വലിയ ക്ലോത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7.5 ആണ് ഏകദേശം. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചസുമാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് എടുത്തേക്കുന്ന ആ വലിയ ക്ലോത്തിൻ്റെ ലെങ്ത്തും 7.5ഉം 1.5 ഇഞ്ചസുമാണ്. ചെറിയ ക്ലോത്തിൻ്റെ ലെങ്ത് 3.5ഉം 1.5ഉം ഇഞ്ചസാണ്. ഇനി നമുക്കിതിനെ ഒരു വള്ളി പോലെ മടക്കി തയ്ച്ചെടുക്കണം. 2ആയിട്ട് മടക്കി പിന്നെ അതിനെ നടുവേ ഒന്നുകൂടി മടക്കി ആ വെട്ട് ഭാഗം ഉള്ളിൽ പോകുന്ന രീതിയിൽ വെച്ച് വള്ളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇത് കോണോട് കോണ് തയ്ച്ചും കൂടി എടുക്കണം. ഇനി നമുക്ക് ഈ വള്ളി മാത്രം ആദ്യമേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും മടക്കി ഇനി ആ വെട്ട് ഭാഗം ഉള്ളിൽ പോകുന്ന രീതിയിൽ ഒന്നുകൂടി മടക്കി ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുൻപ് ആ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഒരു മടക്ക് വെച്ച് കൊടുക്കണം. അന്നേരം ആ ഒരു വെട്ട് ഭാഗം ഉള്ളിലേക്ക് പോക്കി ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫിനിഷിങ് കിട്ടും. എന്നിട്ട് അത് ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് അതിൻ്റെ എൻഡിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള 2 വള്ളികളും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ മടക്കി എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ആ ചെറിയ പീസ് തുണിയും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്, എൻഡൊന്ന് മടക്കി വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ 3 വള്ളികൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ മറ്റേ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോൺ ഷേപ്പിലുള്ള ക്ലോത്ത് എടുത്തിട്ട് അതിൽ നടുക്ക് ഭാഗമുണ്ടല്ലോ, കോണോട് കോണ് ചേർത്ത് ഡബിളായിട്ട് വരുന്ന ആ ഭാഗത്ത് ആ ചെറിയ വള്ളി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചെറിയ വള്ളി വെക്കുമ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാതെ അതിൻ്റെ ആ മടക്ക് ഭാഗം വരുന്ന ഭാഗം വെച്ച് ഉള്ളിലോട്ട് വെക്കണം. അതായത് ദാണ്ട നമ്മൾ ആ എൻഡ് മടക്കി തയ്ച്ച ഭാഗം മറ്റൊരു വശം ഉണ്ടല്ലോ, അതല്ല, എൻഡ് മടക്കി തയ്ച്ച ഭാഗം ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ആ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് അതിന് ശേഷം ഈ ഒരു വശം നല്ല രീതിയിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴെ ആ എൻഡ് എത്താറാകുമ്പം വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നീളമുള്ള വള്ളി എടുത്ത് ആ എൻഡിൽ കൂടെ ഇപ്പം ചെയ്തതുപോലെ ഉള്ളിലേക്ക് വെക്കണം. അതായത് ആ മടക്കി വെച്ചിരിക്കുന്ന പോർഷൻ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ എൻഡ് വരെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഒന്നും കൂടി അതേ തയ്ച്ചെടുത്തു കൂടി ഒന്നുകൂടി തിരിച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. ഞാൻ ഒന്നും കൂടി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. താഴെ വരെ ഒന്നും കൂടി തയ്ച്ച് ആ സെൻറ്റർ പോർഷൻ വരെ എത്തിച്ച് ഇനി അടുത്ത സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ, അവിടെയും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇത് സെൻറ്റർ പോർഷനിലേക്ക് വന്നിട്ട് പിന്നെ ഈ ഒരു സൈഡിലേക്ക് എടുത്ത് തയ്ക്കണം. പിന്നെ ഈ ഒരു സൈഡ് തയ്ക്കുമ്പം ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ തുണി തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. എന്നിട്ട് വീണ്ടും തിരിച്ച് വന്ന വഴി കൂടെ തന്നെ തിരിച്ചൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് തിരിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. വന്ന വഴി കൂടെ തിരിച്ചൊന്നും കൂടി തയ്ച്ച് സെൻറ്ററിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് നിർത്തുന്നു. പിന്നെ നമുക്ക് ഗ്യാപ്പ് ഇടേണ്ട അടുത്ത് നമ്മളിപ്പോൾ തയ്ച്ച് നിർത്തിയതിൻ്റെ 1 ഇഞ്ച് വിട്ടിട്ട് പിന്നെ അങ്ങ് അറ്റത്തുള്ള എൻഡിൽ വെക്കാനുള്ള ആ ഒരു വള്ളി കൂടി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇടണം. അതിനുശേഷം ബാക്കി താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ആ വള്ളി വരെ സ്റ്റിച്ച് ചെയ്ത് ലോക്കാക്കി വീണ്ടും ഒന്നും കൂടെ തയ്ച്ച് എടുക്കാം. ഇപ്പോൾ തയ്ച്ച അതേ ലൈനിൽ കൂടെ തന്നെ ഒന്നും കൂടി ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടം വരെ തയ്ച്ചെടുക്കുന്നുണ്ട്. ഗ്യാപ്പ് കട്ടായി പോകരുത്, അവിടെ ഒരു ഗ്യാപ്പ് വേണം, എങ്കിലേ നമുക്ക് ഉള്ളിൽ നിന്ന് തുണി തിരിച്ചിടാൻ പറ്റും. ഇനി നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെ ഉള്ളിലെ തുണി പുറത്തോട്ട് വലിച്ചെടുക്കാം. ഫുള്ള് വലിച്ചെടുത്ത് അന്നേരം ഈ സ്റ്റിച്ച് ചെയ്ത പാർട്ടെല്ലാം ഉള്ളിൽ പോവും, നല്ല വശം പുറത്തേക്ക് വരും. വള്ളി കാണുന്നുണ്ടെങ്കിൽ വള്ളി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇനി വരും, കോണായിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കൊരു ഗ്യാപ്പുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ വള്ളിയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ വള്ളീനെ ഒരു ഹൂക്ക് മോഡലിൽ തയ്ച്ചെടുക്കണം.
ഇതിപ്പം നമുക്ക് കെട്ടാനുള്ള പാർട്ടായി. ഈ കെട്ടുന്നതിനെ ഒരു ഹൂക്ക് മോഡലിൽ ഇടണമെന്നുണ്ടെങ്കിൽ അതായി ചെറിയ വള്ളി ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇങ്ങനെയും തയ്ക്കാം, അത് ഉള്ളിലോട്ട് വെച്ചും തയ്ക്കാം. അപ്പം ജസ്റ്റ് പുറത്തോട്ടിട്ട് ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മടക്കി അവിടെ വെച്ച് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു ഹൂക്ക് ഷേപ്പിൽ ഇങ്ങനെ ഇട്ട് ജസ്റ്റ് ആ ഒരു ഹോളിനകത്തൂടെ നമുക്ക് ആ വള്ളി ഇട്ടൊന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, 1 ഇഞ്ച് ഗ്യാപ്പ്, ആ ഗ്യാപ്പും കൂടെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുറമേ ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ശകലം ഗ്യാപ്പിൽ ആ എൻഡിൽ ഒരു സ്റ്റിച്ചും കൂടി അങ്ങ് കൊടുത്ത് കഴിയുമ്പോൾ അത് കവർ ചെയ്ത് പോകും. ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ എൻഡിൽ നിന്ന് തുടങ്ങി ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ലാവും. അടുത്ത എൻഡ് വരെ തയ്ച്ച് ഇനി ആ മടക്ക് പോർഷനിൽ ഇതുവരെ സ്റ്റിച്ചൊന്നും വന്നിട്ടില്ല, ആ പാർട്ടും കൂടെ തയ്ച്ചെടുക്കുന്നുണ്ട്. തയ്ക്കണം നിർബന്ധമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടി അവിടെയും കൂടി തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ കോട്ടൺ നാപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കെട്ടി കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് വെച്ച് ഇത് ഇങ്ങനെ മടക്കി നാപ്പി ജസ്റ്റ് സാധാ കെട്ടുന്നത് പോലെ ഇങ്ങനെ എടുത്ത് കുട്ടിയുടെ അളവിന് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.